Next question നോക്കാം. A surface water treatment plant operates round the clock with a flow rate of 35 meter cube per minute. The water temperature is 15 degrees Celsius and jar testing indicated an alum dosage of 25 mg per liter. GT equal to 4 into 10 raised to 4 for producing optimum result. The alum required for 30 days in kgs. അപ്പോൾ alum എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡോസ് ഈക്വൽ ടു ഫ്ലോ റേറ്റ്. ഫ്ലോ റേറ്റ് എത്രയാണ്? 35 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ഓക്കെ, മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് മീറ്റർ ക്യൂബിനെ ലിറ്ററിൽ കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 10⁻3. ഓക്കെ, ഇൻറ്റു നമ്മൾ ജസ്റ്റ് നമുക്ക് ഈ ഡോസേജിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്രയാണ്? 25. ഓക്കെ, 25 mg പെർ ലിറ്ററിലാണ്. അപ്പോൾ നമുക്ക് കെ ജിയിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കെ ജിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻⁻6. ഓക്കെ, 10⁻⁶. അതേപോലെ 1 അവറിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴേക്കാണ് ഇവിടെ നമുക്ക് മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 അവറിൽ കൺവേർട്ട് ചെയ്യും ഇൻറ്റു 60. ഓക്കെ, അപ്പം 1 അവറിൽ കിട്ടി ഇൻറ്റു 24 hours. 24 hours ആകുമ്പോൾ നമുക്ക് ഒരു ഡേയുടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? 30 ഡേയ്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 24 days എന്ന് പറയുമ്പോൾ 24 hours എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡേയുടെ കിട്ടി. ഇൻറ്റു 30 days ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 30 ഡേയ്സിൻ്റെ ഡോസേജ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 378000 kg എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 378000 kg. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഫ്ലോ റേറ്റിന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മീറ്റർ ക്യൂബിലാണ്. മീറ്റർ ക്യൂബിനെ നമുക്ക് ലിറ്റേഴ്സിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10⁻3 ഇൻറ്റു 25 mg ആണ്. അപ്പോൾ ഇത് നമുക്ക് കെ ജിയിൽ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇൻറ്റു 10⁻⁻6. അതേപോലെ ഇത് നമുക്ക് അവറിൽ കൺവേർഷൻ ആണ്. അതേപോലെ 24 hours. അപ്പോൾ ഒരു ദിവസമാകും ഇൻറ്റു 30 days. അപ്പോൾ ടോട്ടൽ ഡോസേജ് നമുക്ക് 30 ഡേയ്സിൽ എത്ര ഡോസേജ് വേണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് 378000 kg. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A settling tank in a water treatment plant is designed for a surface overflow rate of 30 meter cube per day meter square. Assuming specific gravity of sediment particles is equal to 2.65. Density of water rho 1000 kg per meter cube. Dynamic viscosity of water 0.001 Newton second per meter square, and Stokes law is valid. Okay, approximate minimum size particle that would be completely removed is 0.01 mm, 0.02 mm, 0.03 mm, 0.04 mm. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? അപ്രോക്സിമേറ്റ്ലി മിനിമം സൈസ് ഓഫ് ദ പാർട്ടിക്കൽ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ നമുക്ക് തന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. ഓക്കെ, ദാറ്റ് ആ പാർട്ടിക്കൽ കംപ്ലീറ്റ്ലി റിമൂവ് ആവണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അത് നമുക്ക് ഇവിടെ സൈഡിൽ എഴുതാം. ആദ്യം സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറയുകയാണെങ്കിൽ ഓവർഫ്ലോ റേറ്റും അതേപോലെ സെറ്റിലിംഗ് വെലോസിറ്റിയും ഈക്വൽ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? നമ്മുടെ 100% പാർട്ടിക്കൽ റിമൂവൽ വരുമ്പോഴാണ് ഓവർഫ്ലോവും സെറ്റിലിംഗ് വെലോസിറ്റിയും ഈക്വൽ ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെറ്റിലിംഗ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു G-1 ഇൻറ്റു ഗാമ W ഇൻറ്റു d² ബൈ 18 ഇൻറ്റു വിസ്കോസിറ്റി കേട്ടോ. ഓക്കെ, സെറ്റിലിംഗ് വെലോസിറ്റി എത്രയാണ് തന്നിട്ടുള്ളത്? സെറ്റിലിംഗ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 30 meter cube per day meter square. ഓക്കെ, സെറ്റിലിംഗ് വെലോസിറ്റി അല്ലെങ്കിൽ ഓവർഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, 30. ഇത് നമുക്ക് ഏതിലാണ്? യൂണിറ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ ഡേ ആണ്. മീറ്റർ ക്യൂബ് പെർ ഡേ. അപ്പോൾ ഡേയിനെ നമുക്ക് സെക്കൻഡ്സിൽ കൺവേർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. 86400. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേയിനെ നമുക്ക് സെക്കൻഡ്സിൽ നമ്മൾ കൺവേർട്ട് ചെയ്തു. ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി? 2.65. ഓക്കെ, 2.65 - 1. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? 9.81. നമുക്കറിയുന്നതാണ്. 9.81 ഇൻറ്റു 10⁻³ ഇൻറ്റു d² ഡി ആണ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഡിവൈഡ് ബൈ 18 ഇൻറ്റു എത്രയാണ് വിസ്കോസിറ്റി നമ്മൾ തന്നിട്ടുള്ളത്? 0.001. ഓക്കെ, 0.001 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻറ്റു 10⁻³
-3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡീൻ്റെ ആൻസർ നമുക്ക് മീറ്ററിൽ കിട്ടും. ഓക്കെ, അത് നമുക്ക് MM കൺവേർട്ട് ചെയ്യണം. അപ്പോൾ MM കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നിയർ അബൌട്ട് ഇത്ര ആൻസർ കിട്ടും. ഓക്കെ, 0.0196 mm എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഡീൻ്റെ വാല്യൂ സൈസ് ഓഫ് ദ പാർട്ടിക്കൽ നമുക്ക് എത്ര കിട്ടും? 0.0196 mm, അതായത് 0.02 mm. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് 100% പാർട്ടിക്കൽ സൈസ് റിമൂവ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, ഓവർഫ്ലോ റേറ്റും അതേപോലെ സെറ്റിംഗ് വെലോസിറ്റിയും രണ്ടും ഈക്വൽ ആണ്. ആ ഫോർമുല നമുക്ക് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ സെറ്റിംഗ് വെലോസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. റെഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A town is required to treat 4.2 meter cube per minute of raw water for daily domestic supply. Flocculating particles are to be produced by chemical coagulation. A column analysis indicated that an overflow rate of 0.2 mm per second will produce satisfactory particle removal in settling basin at a depth of 3.5. The required surface area for settling. അപ്പോൾ സർഫസ് ഏരിയ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ സർഫസ് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. 210 ആണോ 350 ആണോ 1728 ആണോ അതോ 21000 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? സർഫസ് ഏരിയ നമുക്ക് ഓൾറെഡി അറിയാം. ആ ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ഡിസൈൻ ഡിസ്ചാർജ് ബൈ, സർഫസ് ഏരിയയുടെ ഫോർമുല ഡിസൈൻ ഡിസ്ചാർജ് ബൈ ഓവർഫ്ലോ റേറ്റ്. ഓക്കെ, ഡിസൈൻ ഡിസ്ചാർജ് ബൈ ഓവർഫ്ലോ റേറ്റ്. ഡിസൈൻ ഡിസ്ചാർജ് എത്രയാണ് തന്നിട്ടുള്ളത്? 4.2 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ഓക്കെ, 4.2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഓവർഫ്ലോ റേറ്റ് എത്രയാണ്? 0.2 mm per second ആണ്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, 0.2 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മീറ്റർ MM മീറ്ററിൽ കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻³ ഓക്കെ, ഇൻറ്റു മിനിറ്റിനെ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ്, സെക്കൻഡ്സിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ്സിൽ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് മിനിറ്റിൽ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇൻറ്റു 60. ഓക്കെ ആണല്ലോ? അപ്പം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 350 എന്നാണ്. ഓക്കെ, സർഫസ് ഏരിയ നമുക്ക് കിട്ടും 350. ക്ലിയർ ആണല്ലോ? അതും ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ, നമുക്ക് കോപ്പുലേഷൻ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, സർഫസ് ഏരിയയുടെ ഫോർമുല ഡിസൈൻ ഡിസ്ചാർജ് ബൈ ഓവർഫ്ലോ റേറ്റ്. അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 350 ആണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? സർഫസ് ഏരിയ എത്രയാണ്? 350 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 350 മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A horizontal flow primary clarifier treats wastewater in which 10%, 60% and 30% of particles have settling velocities 0.1 mm per second, 0.2 mm per second and 1 mm per second respectively. What would be the total percentage of particle removed? Particle removed എത്രയാണ്? total removal ആണ് ചോദിച്ചിട്ടുള്ളത്. Okay, if clarifier operates at surface overflow rate അല്ലെങ്കിൽ SOR of 43.2 meter cube per meter square day. ഓക്കെ, 43% ആണോ 56% ആണോ 86% ആണോ 100% ആണോ? അതാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് എന്താണ്, പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 10%, 60%, അതേപോലെ 30% തന്നിട്ടുണ്ട്. അതേപോലെ സെറ്റിലിംഗ് വെലോസിറ്റി തന്നിട്ടുണ്ട് 0.1, അതേപോലെ 0.2, അതേപോലെ 1 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് സെറ്റിലിംഗ് വെലോസിറ്റി അല്ല. ഇപ്പം നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്, ടോട്ടൽ പെർസെൻറ്റേജ് റിമൂവലാണ് തന്നിട്ടുള്ളത്. ടോട്ടൽ പെർസെൻറ്റേജ് റിമൂവ് എന്ന് പറയുമ്പോൾ എന്താണ്, സെറ്റിലിംഗ് വെലോസിറ്റി അതേപോലെ ഓവർഫ്ലോ റേറ്റ് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അതേപോലെ അപ്പോൾ സെറ്റിലിംഗ് വെലോസിറ്റി അല്ലെങ്കിൽ ഓവർഫ്ലോ റേറ്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഓവർഫ്ലോ റേറ്റിൻ്റെ ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും. ഞാനിവിടെ എഴുതാം. ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 43.2 മീറ്റർ ക്യൂബ് പെർ മീറ്റർ സ്ക്വയർ ഡേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിനെ നമുക്ക് MM കൺവേർട്ട് ചെയ്യണം അല്ലേ? മീറ്റർ നമുക്ക് MM കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻³ ഓക്കെ, മീറ്റർ നമ്മൾ MM കൺവേർട്ട് ചെയ്തു.
ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് പെർ ഡേ ആണ്, ഡേയിൽ നമുക്ക് സെക്കൻഡ്സിൽ കൺവേർട്ട് ചെയ്യണം. അത് നമുക്ക് ഓൾറെഡി അറിയാം. 86400. ഓക്കെ, ഡേയിൽ നമ്മൾ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ 0.5 mm per second. ഓക്കെ, 0.5 mm per second. ഇതിന് നമ്മൾ എന്താണ്, ഇത് ഡേ ടു സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഡേ ടു സെക്കൻഡ്സ്. അതേപോലെ ഇതെന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് മീറ്റർ ടു mm ആണ്. ഓക്കെ, യൂണിറ്റ് കൺവേർഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 0.5 mm per second നമുക്ക് മനസ്സിലായി. 0.5 mm per second. ഇനി നമുക്ക് സെറ്റിംഗ് വെലോസിറ്റീസ് നമുക്ക് നോക്കാം. സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്രയ്ക്കാണ്? 0.1 ഉണ്ട്, അതേപോലെ 0.2 ഉണ്ട്, അതേപോലെ 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ്, 0.5-നെക്കാട്ടിൽ വലിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ 100% റിമൂവ്. അപ്പോൾ 0.5-നെക്കാട്ടിൽ വലിയ പാർട്ടിക്കിൾ ഏതൊക്കെയാണ്? 1 നമുക്ക് 100% റിമൂവ് ആവും. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? കറസ്പോണ്ടിങ് 30% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റിമൂവൽ നമ്മൾ എഴുതേണ്ടതെന്ന്. അപ്പോൾ റിമൂവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റിമൂവൽ നമുക്ക് എഴുതാൻ പറ്റും 30 × 100/100, ബിക്കോസ് അത് 100% റിമൂവ് ആവുന്നുണ്ട്. 1 എന്ന് പറഞ്ഞാൽ 0.5-നെക്കാട്ടിൽ വലുതാണ്, സോ 100% റിമൂവ്. ഓക്കെ, പ്ലസ് പിന്നെ ബാക്കിയുള്ളത് എത്രയാണ്? 0.2 എത്ര പെർസെൻ്റ് ആണുള്ളത്? 60% ആണുള്ളത്. ഓക്കെ, 0.2 ഫുള്ളായിട്ട് റിമൂവ് ആവത്തില്ല, ബിക്കോസ് 0.5-നെക്കാട്ടിൽ ചെറുതാണ്. ഓക്കെ, അപ്പോൾ 0.2/0.5 ഇൻറ്റു എത്ര പെർസെൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്? ഇൻറ്റു 60%. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 60%. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് 0.1/0.5. ഓക്കെ, 0.1/0.5 അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് കൂടെ നോക്കണം. ഓക്കെ, 0.1 നമുക്ക് തന്നിട്ടുണ്ട്, 0.1 നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് എത്രയാണ്? 10%. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 0.1/0.5 ഇൻറ്റു 10%. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 56% എന്ന് കിട്ടും. ഓക്കെ, 56% ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A water treatment plant is required to process 28,800 meter cube per day. Okay, അതായത് 28,800 meter cube per day of raw water. Density തന്നിട്ടുണ്ട് 1000 kg per meter cube. Kinematic viscosity തന്നിട്ടുണ്ട് 10⁻⁻6 meter square per second. Rapid mixing tank impart a velocity gradient of 900 per second തന്നിട്ടുണ്ട്. To blend 35 mg per liter of alum with the flow for a detention time of 2 minutes. Okay, the power input in watt required for the rapid mixing is എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് റാപ്പിഡ് മിക്സിങ്ങിൻ്റെ കൺസെപ്റ്റ് ആണ്, ടെമ്പോറൽ മീൻ വെലോസിറ്റി എൻ്റെ കൺസെപ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ് ഫോർമുല? G = P by viscosity term into volume. Okay, just substitute ചെയ്താൽ മതി. P നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, G² into viscosity term into volume. ഓക്കെ, അപ്പോൾ ജീൻ്റെ വാല്യൂ എത്രയാണ്? ജീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 900 per second. അപ്പോൾ 900² ഇൻറ്റു വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു കൈനാമിക് വിസ്കോസിറ്റി ഇൻറ്റു 1000. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി ആണ് ഇത്. ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, ഇപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി അതേപോലെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റിയും ഡെൻസിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി എത്രയാണ് തന്നിട്ടുണ്ട്, അതേപോലെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റി, ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എത്രയാണ്? 10⁻⁻6. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി 10⁻⁻6. അതേപോലെ ഡൈനാമിക് വിസ്കോസിറ്റി എത്രയാണ്? ഇൻറ്റു 10⁻⁻³ ഓക്കെ, ഇൻറ്റു നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിറ്റൻഷൻ ടൈം. ഓക്കെ, ഡിറ്റൻഷൻ ടൈം 2 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 2 മിനിറ്റ് ആണ് ഡിറ്റൻഷൻ ടൈം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 മിനിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 2 മിനിറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് എന്താണ് ഇൻറ്റു ഹവേഴ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഡിവൈഡ് ബൈ 60. ഇൻറ്റു ഡേയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 24. ഓക്കെ, ഇൻറ്റു 2
എത്രയാണ് ടോട്ടൽ ആയിട്ടുള്ള ടേം നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എത്രയാണ് ടോട്ടൽ വോള്യൂം 288,800. ഓക്കെ 288,000 288,000. ഓക്കെ 288,000. അപ്പോൾ വോള്യൂം നമുക്കറിയാം, അത് നമുക്ക് ഓക്കെ ആണ്. അതേപോലെ നമുക്ക് വിസ്കോസിറ്റി നമുക്കറിയാം, അതേപോലെ ഡിറ്റൻഷൻ ടൈം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടലായിട്ട് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? നമുക്ക് ഇൻ വാട്ട്സിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 324,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ 324,000 എന്ന ആൻസർ കിട്ടും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കുവാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് അവറിലും അതേപോലെ സെക്കൻഡ്സിലും കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മിനിറ്റിൽ ഒബ്വിയസ്ലി നമുക്ക് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ മിനിറ്റിൽ നമുക്ക് എന്തായാലും നമുക്ക് അവറിലും അതേപോലെ ഡേയിലും കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് നമുക്ക് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ തന്നിട്ടുണ്ട് 288,000 മീറ്റർ ക്യൂബ് പെർ ഡേ. ഓക്കെ, അപ്പോൾ ഡേയിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പം ആൻസർ നമ്മൾ അതിൽ കൊണ്ടുവരാനാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.